പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം ബേസിക്സ് ഓഫ് റിയാക്ഷൻ മെക്കാനിസം ആണ്. അതിൽ ഈ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യാം ബോണ്ട് ഫിഷൻ, ഹോമോളിസിസ് ഉണ്ട്, ഹെട്രോളിസിസ് ഉണ്ട്, ഇലക്ട്രോഫൈൽ, അതേപോലെ തന്നെ ന്യൂക്ലിയോഫൈൽ, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ്, അതിൽ കാർബോകാറ്റോൺസ്, കാർബാനിയോൺസ്, ഫ്രീ റാഡിക്കൽസ്, അതിൻ്റെ ഫോർമേഷൻസ്, ഹൈബ്രിഡൈസേഷൻ ആൻഡ് സ്റ്റെബിലിറ്റി എക്സെട്ര തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യം ഹോമോളിസിസ് എന്താ നോക്കാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹോമോളിറ്റിക് ഫിഷൻ എന്നാ പറയാം. ഇതൊരു മോളിക്യൂൾ വന്നിരിക്കുക. ഇവിടെ ഇപ്പോൾ ഒരു ബോണ്ട് ഉണ്ട്. ഈ ബോണ്ടിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ബോണ്ട് ഇങ്ങനെ അങ്ങ് ബ്രേക്ക് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഒരു ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഈ കാർബണിൻ്റെ കൂടെയും അടുത്ത ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഈ കാർബണിൻ്റെ കൂടെയും പോകും. തൽഫലമായിട്ട് യു വിൽ ഗെറ്റ് ദാറ്റ് ഈസ് 2 CH3 ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യും. ഈ ബോണ്ട് ഇലക്ട്രോൺസ് ഇവിടേക്ക് വരുമ്പോൾ ഇതിന് തമ്മിൽ ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യും. ഇതും CH3 ആണ്, ഇതും CH3 ആണ്. അത്തരം ടൈപ്സ് ഓഫ് ഫിഷൻ പറഞ്ഞ പേരാണ് വി കോൾ ഇറ്റ് ആസ് ഹോമോളിസിസ് എന്നാ പറയാം. അപ്പോൾ ഹോമോളിസിസ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് എ ബോണ്ട് ഫിഷൻ ഇൻ വിച്ച് the shared pair of electrons goes with each of the fragments. അതായത് ഈ ഫ്രാഗ്മെന്റിന്റെ കൂടെയും ഒരു ഇലക്ട്രോൺസ് പോകും, ഈ ഫ്രാഗ്മെന്റിന്റെ കൂടെയും ഒരു ഇലക്ട്രോൺസ് പോകും. അത്തരം ടൈപ്പ് ഓഫ് ബോണ്ട് ഫിഷൻ പറഞ്ഞ പേരാണ് വി കോൾ ഇറ്റ് ആസ് ഹോമോളിസിസ്. തൽഫലമായിട്ട് എന്താ ഫോം ചെയ്യുക? ഫ്രീ റാഡിക്കൽസ് ആണ് ഫോം ചെയ്യുക. ഇനി ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ വാട്ട് ഇസ് ദ കണ്ടീഷൻ ഇസ് ദാറ്റ് യൂഷ്വലി ദിസ് പ്രോസസ് ടേക്സ് പ്ലേസ് അറ്റ് high temperature. One of the favorable condition for homolysis is high temperature. അല്ലെങ്കിൽ in presence of UV light, or in presence of പെറോക്സൈഡിന്റെ പ്രസൻസിലും ഇത് നടക്കുന്നുണ്ട്. നമ്മൾ ഈ ആന്റി മാർക്കോണിക്കോഫ് റൂളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം പെറോക്സൈഡിന്റെ പ്രസൻസിൽ മാത്രമേ നടക്കുകയുള്ളൂ. ആന്റി മാർക്കോണിക്കോഫ് അഡിഷന് ആ സമയത്ത് ഫ്രീ റാഡിക്കൽസ് ആണ് ഫോം ചെയ്യുന്നത്. പെറോക്സൈഡ്സിന്റെ പ്രസൻസിൽ നടക്കാം. And another favorable condition is that non-polar solvent ആയിരിക്കണം. non-polar solvent in the പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് ദാറ്റ് CCl4 പോലത്തെ നോൺ പോളാർ സോൾവെന്റിലാണ് ഈ കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഹോമോളിസിസ് നടക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. ഹോമോളിസിസ് എ ബോണ്ട് ഫിഷൻ ഇൻ വിച്ച് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഗോസ് വിത്ത് ഈച്ച് ഓഫ് ദി ഫ്രാഗ്മെന്റ്സ്. അതേപോലെ തന്നെ ഇതിന്റെ ഫേവറബിൾ കണ്ടീഷൻസ് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, രണ്ടാമത്തെ ബോണ്ട് ഫിഷൻ ആണ് ഹെട്രോളിസിസ്. കൺസിഡർ ദിസ് മോളിക്യൂൾസ്. ഈ ബോണ്ടിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ട്, ജസ്റ്റ് ലൈക്ക് ദിസ് വേ. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്കറിയാം കാർബണിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഹൈഡ്രജനേക്കാൾ കുറച്ച് കൂടുതലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ ഇവിടെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്കുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് മീൻസ് സിമെട്രിക്കൽ അല്ല, അൺസിമെട്രിക്കൽ ബോണ്ട് ഫിഷനാണ്. തൽഫലമായിട്ട് യു വിൽ ഗെറ്റ് CH3 സ്പീഷീസ് കിട്ടും. ദാറ്റ് ഇസ് CH3 സ്പീഷീസ് കിട്ടും. അതിൻ്റെ മേലെ 2 ഇലക്ട്രോൺസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ഒരു ഇലക്ട്രോൺസ് ഹൈഡ്രജൻ്റെ, ഐ മീൻസ് ആരാൻ്റെ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മേലൊരു നെഗറ്റീവ് ചാർജ് കൊടുക്കും. 2 ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പോൾ എപ്പോഴും നെഗറ്റീവ് ചാർജ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ അമോണിയയുടെ കേസിൽ, ദാറ്റ് ഇസ് NH3യുടെ കേസിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. നിങ്ങൾ അവിടെ നെഗറ്റീവ് ചാർജ് കൊടുക്കാറില്ല. കാരണം ഈ 2 ഇലക്ട്രോൺസിന് നൈട്രജന് സ്വന്തമാണ്. പക്ഷേ ഇവിടുത്തെ ഈ 2 ഇലക്ട്രോൺസിൽ ഒരു ഇലക്ട്രോൺസ് നമ്മുടെ ഹൈഡ്രജൻ്റെതാണ്. അതുകൊണ്ട് അതിൻ്റെ മേലൊരു നെഗറ്റീവ് ചാർജ് കൊടുക്കണം. ഹൈഡ്രജൻ്റെ ആണ്, അതായത് മറ്റാരോ കൊടുത്തതാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നെഗറ്റീവ് ചാർജ് കൊടുക്കും. സിമിലർലി ലുക്ക് അറ്റ് ഹിയർ. ഈ ബോണ്ടിൽ നീ കാണാൻ പറ്റും ക്ലോറിൻ ഈസ് മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ദാൻ കാർബൺ. അതുകൊണ്ട് ബോണ്ട് ബ്രേക്കും ഇങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുക. ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് വാട്ട് യു ഗെറ്റ് ഇസ് ദാറ്റ്, അതായത് CH3 പ്ലസ് ആയിരിക്കും അല്ലേ. ഈ കാർബൺ ഇലക്ട്രോൺസ് നഷ്ടമായില്ലേ, അതുകൊണ്ട് പ്ലസും അതേപോലെ തന്നെ Cl മൈനസും ഇവിടെ H+ ഫോം ചെയ്യും. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു ബോണ്ട് ബ്രേക്കിംഗ് ആണ്. ദിസ് ഇസ് നോൺ ആസ് ഹെട്രോളിസിസ് എന്നാ പറയാം. ഇത് രണ്ടും ഹെട്രോളിസിസ് പെട്ടതാണ്. അപ്പോൾ ഹെട്രോളിസിസ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ ബോണ്ട് ഫിഷൻ in which the shared pair goes with only one fragment. ഒരു ഫ്രാഗ്മെന്റിന്റെ കൂടെ മാത്രമേ പോകുള്ളൂ. ഈ കേസിൽ കാർബണിന്റെ കൂടെ ഈ കഷ്ണത്തിന്റെ കൂടെ പോകുന്നു. ഈ കേസിൽ ക്ലോറിൻ എന്ന് പറഞ്ഞ ഈ പീസിന്റെ കൂടെ പോകുന്നു. therefore ഒരു ഫ്രാഗ്മെന്റിന്റെ കൂടെ മാത്രമേ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുള്ളൂ എങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഹെട്രോളിസിസ് എന്നാ പറയാം. ഇനി ഹെട്രോളിസിസ് നടക്കുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ്
ഇതിനെ പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് കാർബാനിയോൺ. വി കോൾ ഇറ്റ് ആസ് കാർബാനിയോൺ എന്ന് പറയാം. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ കാർബാനിയോൺ എന്ന് പറയും. അതേപോലെ തന്നെ ഇതിന്റെ പേരാണ് വി കോൾ ഇറ്റ് ആസ് വാട്ട് കാർബോ കാറ്റിയോൺ എന്നും പറയും. ഇനി നേരത്തെ പറഞ്ഞ വ്യത്യസ്തമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞു ഹോമോളിസിന്റെ കണ്ടീഷൻ ഹൈ ടെമ്പറേച്ചറിലെ പറഞ്ഞ ഇത് റിയാക്ഷൻ നടക്കുക എന്ത് ടെമ്പറേച്ചറിലാണെന്ന് അറിയാം. ഫേവറബിൾ കണ്ടീഷൻ ഫോർ ഹെട്രോളിസിസ് ഈസ് വൺ ഈസ് ലോ ടെമ്പറേച്ചർ. ഇനി രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞത് നോൺ പോളാർ മീഡിയം എന്നാ പറഞ്ഞത്. ഇവിടെ പോളാർ മീഡിയം ആയിട്ടുള്ള വാട്ടർ ആൽക്കഹോളിന്റെ ഒക്കെ പ്രസൻസിലാണ് ഈ ഒരു ഹെട്രോളിസിസ് സാധാരണയായിട്ട് നടക്കുന്നത്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അറ്റാക്കിംഗ് റിയേജൻസിനെ പറ്റിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു കൺസിഡർ എ മോളിക്യൂൾ CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് ഇതിലേക്ക് H+ ആഡ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ഫോമിന്റെ കേസ് ആയിക്കോട്ടെ. പ്രൊഡക്റ്റിനെ പറ്റി പിന്നീട് പറയാം. അതേപോലെ തന്നെ ദാറ്റ് ഇസ് CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് അതിലേക്ക് Cl- ആഡ് ചെയ്യുന്ന കേസിൽ ഇതിൽ നമ്മൾ ജനറലി പറഞ്ഞ പേരാണ് വി കോൾ ഇറ്റ് സബ്സ്ട്രേറ്റ് എന്നാ പറയാം. എത്തിന സബ്സ്ട്രേറ്റ് ഇത് മാറി തന്നെയാണ്, സബ്സ്ട്രേറ്റ് ആണ്, റൈറ്റ്. ഈ സബ്സ്ട്രേറ്റിലേക്ക് H+ വന്ന് അറ്റാക്ക് ചെയ്യുക. അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന റിയേജന്റിന് പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് അറ്റാക്കിംഗ് റിയേജന്റ് എന്നാ പറയാം. ഈ കേസിൽ H+ ആണ് അറ്റാക്ക് ചെയ്യുന്നത്, ഈ കേസിൽ Cl- ആണ് അറ്റാക്ക് ചെയ്യുന്നത് അല്ലെ. Cl- അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം ഇതും അറ്റാക്കിംഗ് റിയേജന്റ് ആണ്, ഇതും അറ്റാക്കിംഗ് റിയേജന്റ് ആണ്. അപ്പൊ കെമിസ്ട്രിയിൽ രണ്ട് തരത്തിലുള്ള അറ്റാക്കിംഗ് റിയേജന്റ് ആണ് ബേസിക്കലി ഉള്ളത്. വൺ ടൈപ്പ് ഈസ് വി കോൾ ഇറ്റ് ആസ് ഒന്നിന്റെ പേരാണ് ഇലക്ട്രോഫൈൽ എന്നാണ് പറയാ. മറ്റൊരാളുടെ പേരാണ് ന്യൂക്ലിയോഫൈൽ എന്നും പറയും. പേരും തന്നെ മനസ്സിലാവും. ഫൈൽ എന്ന വാക്കിന്റെ അർത്ഥം ഇഷ്ടം എന്നാണ്. ഇലക്ട്രോഫൈൽ മീൻസ് ഇലക്ട്രോണിനെ ഇഷ്ടപ്പെടുക. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജാ. അങ്ങനെയാകുമ്പോൾ നെഗറ്റീവ് ചാർജിനെ ഇഷ്ടപ്പെടുന്നവൻ തീർച്ചയായിട്ടും ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കുക, ദാറ്റ് മീൻസ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് വൺ വേ യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഷുഡ് ഹാവ് എ പോസിറ്റീവ് ചാർജ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും H+ എന്ന് പറഞ്ഞ സ്പീഷീസ് അല്ലേ, അതിന് ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉണ്ട്, അതുകൊണ്ടാണ് പോസിറ്റീവ് ചാർജ് ഉള്ളത്. Therefore, H+ വി ക്യാൻ കൺസിഡർ ആസ് എൻ ഇലക്ട്രോഫൈൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതേസമയം ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോഫൈൽ ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് എ ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസ് ആണ്. ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് അല്ലേ, അപ്പോൾ പോസിറ്റീവ് ചാർജിനെ ഇഷ്ടപ്പെടുന്നവന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. Therefore, ഇയാളെ നമുക്കൊരു ന്യൂക്ലിയോഫൈൽ എന്നും പറയാം. നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ്, തീർന്നിട്ടില്ല ഡെഫിനിഷൻ, കാര്യം തീർന്നിട്ടില്ല. ഡിഫൈൻ ചെയ്യുന്നതാണ് ഇലക്ട്രോഫൈൽ ഈസ് എ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് അറ്റാക്കിംഗ് റിയേജന്റ്. They attack at electron rich center. Nucleophile is a electron rich attacking reagent and they attack electron deficient center. Okay, ഒരു റിയേജന്റ് തന്നാൽ അത് ഇലക്ട്രോഫൈൽ ആണോ ന്യൂക്ലിയോഫൈൽ ആണോ മനസ്സിലാക്കാനുള്ള വഴി വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന റിയേജന്റ് ഫോർ എക്സാമ്പിൾ H+ തരിക, എല്ലാ പോസിറ്റീവ് അയോൺസും ഇലക്ട്രോഫൈൽ ആയിരിക്കും, മനസ്സിലാക്കാം. അതേപോലെ എല്ലാ നെഗറ്റീവ് അയോൺസും ന്യൂക്ലിയോഫൈലും ആയിരിക്കും. അപ്പൊ H+, നൗ Cl+, മൈനസ് മാത്രമല്ല Cl+ ഉണ്ട്, NO2+, then R+, ഐ മീൻസ് കാർബോകാറ്റയോൺസ് എന്ന് പറയും, RCO+, ഇവന്മാരൊക്കെ ഇലക്ട്രോഫൈലാ. ഐ മീൻസ് പോസിറ്റീവ് ചാർജ് കണ്ടാൽ നിങ്ങൾ പറഞ്ഞോളൂ ഇലക്ട്രോഫൈൽ എന്ന് പറയാം. ന്യൂക്ലിയോഫൈൽ കണ്ടാൽ Cl-, Cl+ ഉണ്ട്, Cl- ഉണ്ട് അറ്റാക്കിംഗ് റിയേജന്റ് കേട്ടോ. Cl-, നെക്സ്റ്റ് വൺ OH-, അതേപോലെ തന്നെ NO2-, എക്സെട്ര. whatever it may be the negative charge, definitely it should be എന്തായിരിക്കും, ന്യൂക്ലിയോഫൈൽ ആയിരിക്കും. ഇനി ചാർജ് കണ്ടാൽ ഇലക്ട്രോഫൈൽ ന്യൂക്ലിയോഫൈൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. അതേസമയം ന്യൂട്രൽ സ്പീഷീസ് വരും. ഫോർ എക്സാമ്പിൾ, യു വിൽ ബി ഗിവൺ BF3 തരിക, അതേപോലെ തന്നെ ദാറ്റ് ഇസ് NH3 മോളിക്യൂളിനെയും തരിക, BF3 NH3. നിങ്ങൾക്കറിയാം ബോറോണിന്റെ അറ്റോമിക് നമ്പർ 5 ആണ് അല്ലേ, അതിന്റെ ഔട്ടർ മോസ്റ്റിൽ 5 ഇലക്ട്രോൺസ് അല്ലേ ഉള്ളത്. അങ്ങനെയാകുമ്പോൾ അതിന്റെ അറ്റോമിക് നമ്പർ 5 ആണ്, 5 ഇലക്ട്രോൺസ് ഉണ്ട്. ഔട്ടർ മോസ്റ്റിൽ 3 ഇലക്ട്രോൺസ് ആണ്, ദാറ്റ് ഈസ് 2-3 ആണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അങ്ങനെയാകുമ്പോൾ നമ്മൾ വരക്കുമ്പോൾ ഇങ്ങനെ കിട്ടുക, ബോറോണിന് ചുറ്റിലും 3 ഇലക്ട്രോൺസ് ഉണ്ട്. റെഡി, നമ്മുടെ ഫ്ലോറിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. ഫ്ലോറിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്താൽ ഇദ്ദേഹത്തിന് മൊത്തം കിട്ടുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം 6 ആണ്.
ദാറ്റ് മീൻസ് ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യുന്നില്ല, 6 ഇലക്ട്രോൺസിനെ കിട്ടുന്നുള്ളൂ. ബിലോ ഒക്ടറ്റ് റൂൾ ആണ്, അതിനെ പറയുക ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് എന്നാ പറയുക. ദോ BF3 ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റാ, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇലക്ട്രോണിനോട് ഭയങ്കര ഇഷ്ടമാണ്, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ. ദോ BF3 ഇസ് കൺസിഡർ ആസ് ഇലക്ട്രോഫൈൽ ആണ്. അതേസമയം NH3 മോളിക്കൂൾ തരിക, അത് ഒരു ന്യൂക്ലിയോഫൈൽ. എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നവരോ നിങ്ങൾക്ക്? അങ്ങനെയാകുമ്പോൾ നമ്മൾ അമോണിയ മോളിക്കൂളിനെ വരച്ചാൽ നിങ്ങൾ കാണുന്നില്ലേ ഒരു ലോൺ പേഴ്സിനെ കാണുന്നില്ലേ? ഈ ലോൺ പെയർ ഉള്ളത് കൊണ്ട് തന്നെ അതൊരു ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ്. അങ്ങനെ ലോൺ പേഴ്സ് കാണപ്പെടുന്ന എല്ലാ ന്യൂട്രൽ സ്പീഷീസും എന്തുമാണ്? ന്യൂക്ലിയോഫൈലുമാണ്. അങ്ങനെയാകുമ്പോൾ കുറച്ച് ന്യൂട്രൽ സ്പീഷീസ് പറയാം ഇലക്ട്രോഫൈലിന് എക്സാമ്പിൾ ആയിട്ടാണ്. ഒന്നിൻ്റെ പേര് BF3, നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തേക്കുക. നെക്സ്റ്റ് വൺ ഈസ് AlCl3, അലൂമിനിയം ട്രൈക്ലോറൈഡ്, ഇസ് എൻ ഇലക്ട്രോഫൈൽ ആണ്. നെക്സ്റ്റ് വൺ ഈസ് FeCl3, ഫെറിക് ക്ലോറൈഡ്. നമ്മുടെ ഫ്രെഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ഒക്കെ ഇതാണ് ഉപയോഗിക്കുന്നത്, AlCl3. നെക്സ്റ്റ് ദാറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എ ഇലക്ട്രോഫൈൽ ആണ്, ഓർത്ത് വെച്ചോളൂ. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എൻ ഇലക്ട്രോഫൈൽ ആണ്. അതേപോലെ തന്നെ ZnCl2 ഇവന്മാരൊക്കെ ഇലക്ട്രോഫൈലായിട്ട് നമ്മൾ ഓർത്ത് വെക്കണം. നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ഈസ് SO3 ട്ടാ, സൾഫർ ട്രയോക്സൈഡ് ഈസ് എൻ ഇലക്ട്രോഫൈൽ. ഇതൊക്കെ ഇലക്ട്രോഫൈലിന് എക്സാമ്പിൾസ് ആണ്. ഇനി ന്യൂക്ലിയോഫൈലിന് ന്യൂട്രൽ സ്പീഷീസ്, ലോൺ പേഴ്സ് കാണപ്പെടുന്ന സ്പീഷീസ് ഒക്കെ ദാറ്റ് ഈസ് വൺ ഈസ് NH3 പറഞ്ഞു. അതേപോലെ തന്നെ H2O വാട്ടർ, വാട്ടറിൻ്റെ മേലെ 2 ലോൺ പേഴ്സിൽ, ദാറ്റ് ഈസ് എ ന്യൂക്ലിയോഫൈൽ ആണ്. സിമിലർലി ROH ദാറ്റ് ഈസ് ആൽക്കഹോൾ, ഈ ആൽക്കഹോളിൻ്റെ മേലെയും ലോൺ പേഴ്സ് ഉണ്ട്. അങ്ങനെ ലോൺ പേഴ്സ് കാണുന്ന സ്പീഷീസ് ഒക്കെ ന്യൂക്ലിയോഫൈലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ് എന്ന് പറഞ്ഞ ടേംസ് ആണ്. വാട്ട് ഇസ് റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്? ഇറ്റ്സ് വെരി സിമ്പിൾ ആണ്. ഈ കെമിക്കൽ റിയാക്ഷൻ RCl മീൻസ് അൽക്കൈൽ ഹാലൈഡ്, അക്വസ് NaOH ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ROH കിട്ടും. ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ 2 സ്റ്റെപ്പായിട്ട് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് RCl ആദ്യം പൊട്ടിയിട്ട് ഇങ്ങനെയാണ് പൊട്ടുക. ദാറ്റ് ഈസ് ഈ ബോണ്ട് ഇങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുക. പൊട്ടിയിട്ട് R+ കിട്ടും, അതേപോലെ തന്നെ Cl- കിട്ടും. ഈ ഉണ്ടാകുന്ന ഈ R+ന്റെ മേലെയാണ് ദാറ്റ് ഈസ് നമ്മുടെ OH- വന്ന് അറ്റാക്ക് ചെയ്യുക. NaOHലുള്ള OH- വന്ന് അറ്റാക്ക് ചെയ്തിട്ട് ROH ആയിട്ട് മാറും. അപ്പം നിങ്ങൾ നോക്ക്, ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ R+ എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്തിട്ടുണ്ട്. ആ ഇന്റർമീഡിയറ്റുകളെ അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഇന്റർമീഡിയറ്റുകൾ ഫോം ചെയ്യാം. ആ ഇന്റർമീഡിയറ്റുകളെ ജനറലി നമ്മൾ പറയുന്ന പേരാണ് റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്. സോ വാട്ട് ഈസ് ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ? ഇത് ഹൈലി റിയാക്റ്റീവാ, ട്രാൻസിയന്റ് എക്സിസ്റ്റാ, നൈമിഷികമായിട്ടുള്ള എക്സിസ്റ്റൻസ് മാത്രമേ അതിനുള്ളൂ. വളരെ കുറച്ച് നേരം മാത്രമേ അത് നിൽക്കുകയുള്ളൂ. അത് പെട്ടെന്ന് തന്നെ OH- റിയാക്ട് ചെയ്തിട്ട് ROH ആയിട്ട് മാറും. അങ്ങനെ therefore we can define reaction intermediate is an intermediate formed during an organic chemical reaction which have a transient അതായത് വളരെ കുറഞ്ഞ സമയം കേട്ടോ, ട്രാൻസിയന്റ് എക്സിസ്റ്റൻസ് നമ്മൾ പറയാം. ട്രാൻസിയന്റ് എക്സിസ്റ്റൻസ് എന്ന് പറയും. വ്യത്യസ്ത തരത്തിലുള്ള റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ് ഉണ്ട്. ഇതൊരു റിയാക്ഷൻ ഇന്റർമീഡിയറ്റ് ആണ്. ഇതിന്റെ പേരാണ് വി കോൾഡ് ആസ് കാർബോകാറ്റയോൺസ്. കാർബാനിയോൺസ് ഉണ്ട്, ഫ്രീ റാഡിക്കൽസ് ഉണ്ട്, കാർബീൻസ് ഉണ്ട്, നൈട്രീൻസ് ഉണ്ട്, ബെൻസൈൻ എക്സെട്ര, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ഈ ക്ലാസ്സിൽ ഞാൻ കാർബോകാറ്റയോൺസിനെ പറ്റിയിട്ടും കാർബാനിയോൺസിനെ പറ്റിയിട്ടും ഫ്രീ റാഡിക്കൽസിനെ പറ്റിയും മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ. നമുക്ക് 1 by 1 ആയിട്ട് പറയാം. ഓക്കെ, ഒന്നാമത്തതാണ് കാർബോകാറ്റയോൺസ്. എങ്ങനെയാണ് കാർബോകാറ്റയോൺസ് ഫോം ചെയ്യുന്ന കാര്യം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈ ഒരു മോളിക്കൂൾ ആണെങ്കിൽ ഈ മോളിക്കൂളിലെ ബോണ്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്യാന്നിരിക്കുക. ഈ ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ക്ലോറിൻ്റെ കൂടെ പോയി തീർച്ചയായിട്ടും കാർബൺ ഇലക്ട്രോൺ നഷ്ടമാകും. തൽഫലമായിട്ട് CH3 ഉണ്ടാകും. ദാറ്റ് ഈസ് CH3 ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ കാർബൺ ഇലക്ട്രോൺ നഷ്ടമായതുകൊണ്ട് പ്ലസ് ചാർജ് കൊടുക്കുക. അപ്പോൾ എനിക്ക് പറയാം കാർബോകാറ്റയോൺ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബൺ ഇന്റർമീഡിയറ്റ്. ഇതിൻ്റെ പ്രത്യേകത ഈ കാർബണിൻ്റെ മേലെ ഇപ്പം 2 ഇലക്ട്രോൺസ് ഇവിടെയും 2 ഇലക്ട്രോൺസ് ഇവിടെയും 2 ഇലക്ട്രോൺസ് അല്ലേ. അങ്ങനെയാകുമ്പോൾ ഇത് മൊത്തം കൂട്ടിയാൽ നമുക്ക് 6 ഇലക്ട്രോൺസ് അല്ലേ ഉള്ളൂ. 8 ഇലക്ട്രോൺസ് കിട്ടുമ്പോൾ നമുക്കറിയാം ഒക്ടറ്റ് കോൺഫിഗറേഷൻ എന്ന് പറയാം. ഇവിടെ 6 ഇലക്ട്രോൺസ് ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ സെക്സ്റ്ററ്റ് കോൺഫിഗറേഷൻ മാത്രമേ ഉള്ളൂ. So we can say that carbocation is a positively charged carbon intermediate having sextet configuration ആണ്.
സെക്സ്റ്ററ്റ് കോൺഫിഗറേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇതൊരു ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസാണ്. ദോർഫോർ ദിസ് ക്യാൻ ആക്ട് ആസ് ഇലക്ട്രോഫൈലായിട്ടും കെമിക്കൽ റിയാക്ഷനുകളിൽ ആക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫോർമേഷൻ ഓഫ് ദിസ് കാർബോകാറ്റയോൺസ് ആണ്. യുനോ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്താണ് ഡ്യൂറിങ് ഹെട്രോളിസിസ്. നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. ഈ മോളിക്കൂളിൽ ഈ ബോണ്ട് ഇങ്ങനെ പൊട്ടുക അല്ലേ, പൊട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്പീഷീസ് അല്ലടോ CH3+. അപ്പോൾ ഒരു മെത്തേഡ് ഇത് തന്നെ, ഡ്യൂറിങ് ഹെട്രോളിസിസ് തന്നെ. രണ്ടാമത്തെ മെത്തേഡ് പ്രോട്ടോണേഷൻ ഓഫ് അൽക്കീൻ ആണ്. അൽക്കീൻസിൻ്റെ മേലെ നിങ്ങളൊരു പ്രോട്ടോണിനെ ആഡ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് അറിയോ? ഇതാണ് ഒരു അൽക്കീൻ. ഇതിലേക്ക് നിങ്ങൾ H+ ആഡ് ചെയ്യണം. അപ്പോൾ എന്താണെന്ന് ചോദിക്കട്ടെ, ഈ കാർബണിൻ്റെ മേലെയാണ് H+ ആഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാർബണിൻ്റെ മേലെ ഒരു നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമേ ഈ H+ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോമെറിക് എഫക്റ്റിൽ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയോ? ഇവിടെ നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ 2 ഇലക്ട്രോൺസുകൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടും, അതിൻ്റെ മേലെ H+ വരും. സോ യു വിൽ ഗെറ്റ് ദി പ്രൊഡക്റ്റ് ആസ് CH2 സിംഗിൾ ബോണ്ട് CH3 ആയിട്ട് മാറും. നോക്കണേ, അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ ഈ 2 ഇലക്ട്രോൺസും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ കാർബൺ ഇലക്ട്രോൺ നഷ്ടമായില്ലേ? കാരണം ഈ ഇലക്ട്രോൺസ് ഒന്ന് കാർബൺ അവകാശപ്പെട്ടതിനും, പക്ഷെ അതും കൂടി അപ്പുറം പോകുന്നുണ്ട്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഈ കാർബണിൻ്റെ മേലെ പ്ലസ് ചാർജ് വരും. ഈ കാർബണിൻ്റെ മേലെ പ്ലസ് ചാർജ് വന്നാൽ അതിന് പറഞ്ഞ സ്പീഷീസ് അല്ലേ ഈക്വൽസ് കാർബോകാറ്റോൺസ്. അങ്ങനെയും കാർബോകാറ്റോൺസുകൾ ഫോം ചെയ്യാം. ഇനി ഒരു മെത്തേഡും കൂടി പറയാനുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തതാണ്, ദാറ്റ് ഇസ് പ്രോട്ടോണേഷൻ ഓഫ് ആൽക്കഹോൾ. എന്ന് വെച്ചാൽ ഇതൊരു ആൽക്കഹോളാണ്, ഇതിലേക്ക് നമ്മൾ H+ ആഡ് ചെയ്യാം. ഈ Hന്റെ മേലെ ലോൺ പേസ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ ലോൺ പേസിൻ്റെ മേലെ H+ ഒന്ന് അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണെന്നുണ്ടാവും എന്നറിയാം? CH3 CH2. ഇനി ഇവിടെ O വരച്ചു, ഇവിടെ H ഇങ്ങനെ കിട്ടും. കേൾക്കണേ, ഈ ഓയുടെ മേലെ എത്ര ചാർജാണ് മൊത്തം ഉള്ളത്? എത്ര ബോണ്ടാണ് ഉള്ളത്? 3 ബോണ്ട്. ഓക്സിജൻ ആറ്റത്തിൻ്റെ മേലെ 2 ബോണ്ട് ഓക്കെയാ. 3 ബോണ്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മേലെ ഒരു പ്ലസ് ചാർജ് ഉണ്ടാവും. മനസ്സിലാക്കി നോക്കുക. ഓക്സിജൻ ആറ്റത്തിൻ്റെ മേലെ 3 ബോണ്ട് വരും, ഇതിന് മേലെ ഒരു പ്ലസ് ചാർജ് വേണം. കേൾക്കണേ, അങ്ങനെയാകുമ്പോൾ നെക്സ്റ്റ് സ്റ്റേജിൽ കുറച്ച് നേരം കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയാം? ഈ ബോണ്ട് ഇങ്ങനെ പൊട്ടി ഇങ്ങോട്ട് പോകും. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് എന്തായിട്ട്, ഇപ്പോൾ ഈ ബോണ്ട് പൊട്ടിപ്പോയാൽ -H2O വാട്ടറായിട്ട് പുറത്തേക്ക് പോകും. അങ്ങനെയാകുമ്പോൾ പകരം കിട്ടുന്നത് CH3 CH2 ഇങ്ങനെ കിട്ടി. ഇവിടുത്തെ ഈ 2 ഇലക്ട്രോൺസും പോയി കഴിഞ്ഞാൽ ഈ കാർബൺ ഇലക്ട്രോണിന് നഷ്ടമായില്ലടോ. തൽഫലമായിട്ട് അതിൻ്റെ മേലൊരു പ്ലസ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ എഗെയിൻ കാർബോകാറ്റയോൺ ഇസ് ഫോംഡ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചർ ആൻഡ് ഹൈബ്രിഡൈസേഷൻ ആണ്. നിങ്ങൾ ഹൈബ്രിഡൈസിനെ പറ്റി ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് എങ്ങനെ ചെയ്യുന്ന കാര്യം മാത്രമേ പറഞ്ഞിരിക്കുന്നുള്ളൂ. CH3+ അല്ലേ, ഇവിടെ ഒരു ആദ്യം അത് കാർബൺ ആറ്റമായിരുന്നു. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 അല്ലേ? ദോർഫോർ 6 ആയിരുന്നു. അതിൻ്റെ കോൺഫിഗറേഷൻ 1s2 2s2 2p2 ആയിരുന്നു കോൺഫിഗറേഷൻ. മനസ്സിലാക്കണേ. ഇനി നിങ്ങൾ നോക്ക്, ഇവിടെ ഇപ്പോൾ കാർബൺ അല്ല ശരിക്കുള്ളത്, C+ ആണുള്ളത്. C+ അങ്ങനെയാകുമ്പോൾ കാർബണിന് 6 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ C+ന് 5 ഇലക്ട്രോൺസ് അല്ലേ ഉണ്ടാവും? C+ന് 5 ഇലക്ട്രോൺസേ ഉള്ളൂ. ഐ മീൻസ് 1 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ദോർഫോർ ദി കോൺഫിഗറേഷൻ ഈസ് 1s2 2s2 2p1. ഇതാണ് കോൺഫിഗറേഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇതായിരുന്നു ഔട്ടർ മോസ്റ്റ് ഷെൽ അല്ലേ? ഔട്ടർ മോസ്റ്റ് ഷെല്ല് അതാണ്. അങ്ങനെയാവുമ്പോൾ നമ്മൾ അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് വരക്കുക, GS വരക്കുക. GS വരക്കുമ്പോൾ ഇത് 2s, അതേപോലെ തന്നെ നമ്മൾ 2pയും വരക്കുക. ഔട്ടർ മോസ്റ്റ് ഷെൽ മാത്രമേ വരച്ചിട്ടുള്ളൂ. 2s2 റെഡി, 2p. ഇത് 2p ആണ്. ഇങ്ങനെയും വരച്ചു, 2p ഇങ്ങനെയും വരച്ചു. നിങ്ങൾ നോക്കേണ്ട കാര്യം, ഈ കാർബണിന് എത്ര ബോണ്ടാ ഫോം ചെയ്യേണ്ടത്? 3 ബോണ്ട് ഫോം ചെയ്യണം. ഈ CH3 കാർബൺ 3 ബോണ്ട് ഫോം ചെയ്യണം. 3 ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് അവിടെ വേണം. 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് വേണം. ഇവിടെ നിങ്ങൾ നോക്ക്, ഇത് ഫുൾ ഫിൽഡ് അല്ലല്ലോ, കാരണം 2 ഇലക്ട്രോൺസ് വന്നുപോയി. ഇത് ഹാഫ് ഫിൽഡാ. അപ്പോൾ ഒരു ഹാഫ് ഫിൽഡേ അവിടെ ഉള്ളൂ. അങ്ങനെയാകുമ്പോൾ 3 ഹാഫ് ഫിൽഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യിക്കുക. ജമ്പ് ചെയ്യിക്കുമ്പോൾ വാട്ട് യു ഗെറ്റ് ഇസ് ദാറ്റ് ഇങ്ങനെ കിട്ടുക. ഇങ്ങോട്ട് ജമ്പ് ചെയ്താൽ ഇങ്ങനെ 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 കിട്ടും. ഇത് ബാക്ക് ആയിട്ട് കിടക്കും. ഇനി ഇവന്മാർ നേർട്ടങ്ങ് ബോണ്ട് പങ്കെടുക്കില്ല, പകരം ഇവർ മിക്സിങ് പങ്കെടുക്കും അല്ലേ? ഇതൊരു എസ് പെട്ടിയാണ്. എസ് പെട്ടി മീൻസ് S ഓർബിറ്റൽ, റൈറ്റ്? അതേപോലെ തന്നെ 2p ഓർബിറ്റൽ, 1 1 2p ഓർബിറ്റൽ, 2 p പെട്ടി കൂട്ടിയാൽ കിട്ടുന്ന സാധനം മൊത്തം 3 എണ്ണം കിട്ടും.
കിട്ടിയാളെ പേരായിരുന്നു sp2 എന്ന് പറഞ്ഞ ആള്. sp2യുടെ ഷേപ്പ് അല്ലേ ട്രയഗണൽ പ്ലാനാർ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഇവിടെ കാർബൺ വരച്ചു, ഒരു sp2 നമ്മൾ ഇവിടെ ഇങ്ങനെ വരക്കൂ, ഒരു sp2 ഇവിടെ വരക്കൂ, അടുത്ത sp2 നമ്മൾ ഇവിടെയും വരക്കൂ. റെഡി? ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ പെട്ടിയിൽ 1 2 3 ശരിക്കും ഇലക്ട്രോൺസ് എല്ലാം മിക്സിങ്ങിൽ പങ്കെടുത്ത പെട്ടിയാണ് മിക്സിംഗ് പങ്കെടുത്തത്. പെട്ടികൾ മിക്സിംഗ് പങ്കെടുത്തപ്പോൾ ഇത് sp2 ആണ്, ഇതും sp2 ആണ്, ഇതും sp2, 3 sp2കൾ ഉണ്ടായിട്ടുണ്ട്. ഇനി പെട്ടിയിൽ 1 2 3 3 ഇലക്ട്രോൺസ് ഇല്ലേ, ആ 3 ഇലക്ട്രോൺസിനെ നമ്മൾ വീതം വെക്കുക. ഒന്നിവിടെയും ഒന്നിവിടെയും ഒന്നിവിടെയായിട്ട് നമ്മൾ വീതം വെക്കുക. കേൾക്കണേ, വീതം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്ക്, ഇതും ഹാഫ് ഫിൽഡ, ഇതും ഹാഫ് ഫിൽഡ, ഇതും ഹാഫ് ഫിൽഡ. ഈ ചങ്ങായി നമ്മുടെ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും, ഇവനും ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും, ഇവനും ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. തൽഫലമായിട്ട് യു വിൽ ഗെറ്റ് ഇതുപോലത്തെ ഒരു ഷേപ്പാണ് കിട്ടുക. ഈ ഷേപ്പിന് പറഞ്ഞ പേരല്ലേ ട്രയഗണൽ പ്ലാനാർ ഷേപ്പ് എന്നാ പറയാ. ഇനി ഒരു പീപ്പെട്ടി ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട് വാക്കൻ്റ് ആയിട്ട്, വേണമെങ്കിൽ ആ പീപ്പെട്ടിയെ നിങ്ങൾ ഇതിനെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് അവിടെ വരച്ചാടെ വെക്കുകയും ചെയ്യാം. അപ്പം ഇത് ട്രയഗണൽ പ്ലാനാർ ഷേപ്പാണ്. നിങ്ങൾ ഇത്രയേ പഠിച്ചിട്ടുള്ളൂ. ദാറ്റ് ഈസ് കാർബോകാറ്റയോൺസിലെ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്, മനസ്സിലാക്കണം. അതേപോലെ തന്നെ അതിൻ്റെ ഷേപ്പ് ട്രയഗണൽ പ്ലാനാർ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺസ് എന്ന് പറഞ്ഞ ഭാഗമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എപ്പോഴാണ് അല്ലെങ്കിൽ ഈ ഒരു വസ്തുവിൻ്റെ സ്റ്റെബിലിറ്റിയെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഡിഫറെൻ്റ് എഫക്റ്റ് പഠിച്ചില്ലേ. ഒന്ന് പഠിച്ചത് റെസൊണൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തത് ദാറ്റ് ഈസ് ഇൻഡക്റ്റീവ് എഫക്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് വൺ ഈസ് ഹൈപ്പർ കോൺജുഗേഷൻ. ഈ 3 എഫക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺസ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. നിൽക്കട്ടോളെ, അപ്പോൾ ഇങ്ങനൊരു മോളിക്യൂൾ നിങ്ങൾക്ക് തരിക, അത് സ്റ്റേബിൾ ആണോ അല്ലയോ നോക്കുക. നിങ്ങൾ നോക്കേണ്ട കാര്യം, ഫസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം, ഇതിന് റെസൊണൻസ് പറ്റുമോ ഇല്ലയോ നോക്കണം. റെസൊണൻസിൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഒന്നുകിൽ പ്ലസ് ചാർജ്, അല്ലെങ്കിൽ മൈനസ് ചാർജ്, അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസ്, അല്ലെങ്കിൽ ലോൺ പേസ്, ഈ ചങ്ങായിമാരുണ്ടാകുക. ദാറ്റ് ഈസ് ഇൻ കോൺജുഗേഷൻ വിത്ത് അനദർ ഡബിൾ ബോണ്ട് ആണെങ്കിൽ റെസൊണൻസ് പോസിബിളാ. നിങ്ങൾ നോക്കൂ, ഇവിടെ പ്ലസ് ചാർജ് ഉണ്ട് അല്ലേ. നൗ ഫസ്റ്റ് പൊസിഷൻ സിംഗിൾ, അതായത് പ്ലസ് കഴിഞ്ഞ് ഫസ്റ്റ് പൊസിഷൻ സിംഗിൾ, അടുത്ത പൊസിഷൻ ഡബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്ലസും ഈ ഡബിളും തമ്മിൽ കോൺജുഗേഷനല്ല. കേൾക്കണേ, ഇനി ഈ ഡബിളും സിംഗിൾ ഡബിൾ, ഈ ഡബിളും സിംഗിളും ഡബിളും തമ്മിൽ കോൺജുഗേഷൻ അല്ല, ഈ ഡബിളും സിംഗിളും ഡബിളും തമ്മിൽ കോൺജുഗേഷൻ അല്ല. ദാറ്റ് മീൻസ് ഇവിടെ ഒരുപാട് കോൺജുഗേഷൻ ഉണ്ട്. അവിടെ മാത്രമല്ല, ഈ ഭാഗത്തും കോൺജുഗേഷൻ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, പ്ലസ് സിംഗിൾ ഡബിൾ, സിംഗിൾ ഡബിൾ, സിംഗിൾ ഡബിൾ, സിംഗിൾ. ഐ മീൻസ് ഡബിളും തമ്മിൽ കോൺജുഗേഷൻ ഇവിടെ കംപ്ലീറ്റ് ഉള്ളത്. അതേപോലെ തന്നെ ഈ ബെൻസീൻ റിങ്ങിന്റെ മേളത്തെയും കോൺജുഗേഷൻ. ദാറ്റ് മീൻസ് എ ലോട്ട് ഓഫ് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് നമുക്ക് അവിടെ വരക്കാൻ പറ്റും. അതുകൊണ്ട് ഈ മോളിക്യൂളിന് റെസൊണൻസ് പോസിബിളാ. കുറേ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരക്കാൻ പറ്റും. കുറേ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഹൈലി സ്റ്റേബിൾ ആയിരിക്കും. Therefore, it is the most stable carbocations than this one. ഇതിനേക്കാളും എന്തുകൊണ്ടാണെന്ന് അറിയാം നിങ്ങൾക്ക്. ഇവിടെ ഇപ്പോൾ 1 2 3 ബെൻസീൻ റിംഗ് ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് കുറേ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരക്കാം. ഇവിടെ 2 ബെൻസീൻ റിംഗുകളുടെ ഉള്ളൂ. Therefore, ഇവിടെ വരക്കാൻ പറ്റുന്ന റെസൊണൻസ് സ്ട്രക്ചേഴ്സിന്റെ എണ്ണം ഇതിനേക്കാൾ കുറച്ച് കുറവാ. Therefore, ഇത് കുറച്ച് കുറവാ. Now, next one is this. ഇനി ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ പേരെന്താണെന്ന് അറിയാം. ഈ ഗ്രൂപ്പ് നമ്മൾ പറയാം ഫിനൈൽ ഗ്രൂപ്പ് എന്നാ പറയാ. ഫിനൈൽ ഗ്രൂപ്പ്. എത്ര ഫിനൈൽ ഗ്രൂപ്പാണ് ഉള്ളത്? ട്രൈഫിനൈൽ ഗ്രൂപ്പ് ഉണ്ട്. ട്രൈഫിനൈല്, ദെൻ മീത്തൈൽ. മീത്തൈൽ മീൻസ് കാർബൺ ഉള്ളത് കൊണ്ടാണ് മിഥൈൽ ആയത്. മീത്തൈൽ കാർബോകാറ്റയോൺ ആണ് ഈ വരച്ചിരിക്കുന്നത്. ട്രൈഫിനൈൽ മിഥൈൽ കാർബോകാറ്റയോൺസ്. ചിലപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തരുക C6H5 ത്രൈസ് C+ എന്നാ തരിക കേട്ടോ. C6H5 3 ഉണ്ട്, ത്രൈസ് അങ്ങനത്തെ 3 ഒരു C+. ഇതിന്റെ പേര് ഡൈഫിനൈൽ മീഥൈൽ കാർബോകാറ്റയോൺ. ഇത് ഡൈഫിനൈൽ, 2 ഫിനൈൽ, പിന്നെ മീഥൈൽ. ഇതാ കാർബൺ ഉള്ളതുകൊണ്ട് മീഥൈൽ. ഇറ്റ്സ് നോൺ ആസ് ഡൈഫിനൈൽ മീഥൈൽ കാർബോകാറ്റയോൺ. സ്റ്റെബിലിറ്റി കുറച്ച് കുറവാ. ഇനി ഈ കേസിൽ അഗെയിൻ ഇത് ബെൻസിൻ റിംഗ് തന്നെയാണ്, C6H5 ആ. ഇവിടെ 2 ബെൻസിൻ റിംഗ് ഉണ്ട് അല്ലേ. ഇവിടെ ഒരു ബെൻസിൻ റിംഗല്ലേ ഉള്ളൂ. അങ്ങനെയാകുമ്പോൾ റെസൊണൻസ് സ്ട്രക്ചേഴ്സിന്റെ എണ്ണം കുറവാ. അതുകൊണ്ട് ഇതിനേക്കാൾ ഇതാണ് കൂടുതൽ സ്റ്റേബിൾ ഇതിനേക്കാൾ. ഇതിന്റെ പേര് വി കോൾ ഇറ്റ് ആസ് ഫിനൈൽ മിഥൈൽ എന്നല്ല നമ്മൾ പറയാ, ഇതിന് പറയാ ബെൻസൈൽ കാർബോകാറ്റയോൺസ് എന്നാണ് പറയാ. ബെൻസൈൽ കാർബോകാറ്റയോൺസ്. വി ഗോസ് ടു ഇതിലേക്ക് വരാം കേട്ടോ.
ഈ കേസിലേക്ക് നമുക്ക് പ്ലസ്, സിംഗിള്, ഡബിള്, നമുക്ക് അവിടെ റെസൊണൻസ് പോസിബിൾ അല്ലേ? ഐ മീൻസ് ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ചാടാനൊക്കെ പറ്റും, അതിൻ്റെ ഫലമായിട്ട് റെസൊണൻസ് കാണിക്കാൻ പറ്റും. അപ്പോൾ അവിടെയും റെസൊണൻസ് പോസിബിളാണ്. അങ്ങനെയാകുമ്പോൾ ഇതിനേക്കാൾ സ്റ്റേബിളാണ് ദിസ് വൺ, ബിക്കോസ് ഇവിടെ ഒരൊറ്റ ഡബിൾ ബോണ്ടായിട്ട് മാത്രമേ കോൺജുഗേഷനുള്ളൂ, ഇവിടെ കുറേ ഡബിൾ ബോണ്ടുമായിട്ട് കോൺജുഗേഷൻ ഉണ്ട്, കുറച്ച് മാത്രമേ സ്റ്റെബിലിറ്റി കൂടുതലുള്ളൂ. നെക്സ്റ്റ് വൺ, ഈ കേസിലേക്ക് വരിക. നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് അറിയാം, ഈ കേസിലാകുമ്പോൾ ഇവിടെ റെസൊണൻസ് ഉണ്ടോ? ഇല്ലല്ലോ, ഡബിൾ ബോണ്ട് ഇല്ലല്ലോ, അപ്പോൾ റെസൊണൻസ് ഇല്ല, റെസൊണൻസിനെ വിട്ടു. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആടാ. നിങ്ങൾക്കറിയാം ഇതിൻ്റെ മേലൊരു പ്ലസ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇനോ ഇവിടെ ഇപ്പോൾ CH3 ഗ്രൂപ്പാണ് ഉള്ളത്, ഇതൊരു പ്ലസ് ഐ എഫക്റ്റ് ഉള്ള ഗ്രൂപ്പ് അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്ലസ് ഐ എഫക്റ്റ് ഉള്ള ഗ്രൂപ്പാണ്. റെഡി? ഈ കാർബൺ തമ്മിൽ ഒരു പ്ലസ് ചാർജ് ഉണ്ട്. ആ പ്ലസ് ചാർജ് ഉള്ളത് കൊണ്ട് ആ കാർബൺ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കുറച്ച് കുറഞ്ഞു വെക്കും ഈ പ്ലസ് ചാർജ് ഉള്ളത് കൊണ്ട്. പക്ഷേ ഇയാൾക്ക് പ്ലസ് ഐ എഫക്റ്റ് മീൻസ് ജസ്റ്റ് ലൈക്ക് ദിസ് വേ, ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പുള്ളി ചെയ്യുന്നു അല്ലേ? ഇലക്ട്രോൺ അങ്ങോട്ടേക്ക് പുഷ് ചെയ്യുന്നു അല്ലേ? കാർബണിലേക്ക് പുഷ് ചെയ്യുന്നു. അതാണ് പ്ലസ് ഐ എഫക്റ്റ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അങ്ങനെയാകുമ്പോൾ ഈ കാർബണിൻ്റെ മേലത്തെ ഇലക്ട്രോണിനെ പുഷ് ചെയ്യുമ്പോൾ ഇതിന് പ്ലസ് ചാർജാണ് ഉള്ളത്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് അല്ലേ? അങ്ങനെയാകുമ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആ കാർബണിൻ്റെ മേലത്തെ പോസിറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു കിട്ടും. അതേസമയം ഈ മോളിക്കൂൾ നിങ്ങൾ എടുത്തു നോക്കുക, ദാറ്റ് ഈസ് CH3 പ്ലസ്, ഇതിൻ്റെ മേലെയും ഒരു പ്ലസ് ചാർജ് ഉണ്ട്. ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി ഒരു കാര്യം പറയട്ടെ. ലെറ്റ് ഇവിടുത്തെ പ്ലസ് ചാർജ് 10 പ്ലസ് ആയിക്കോട്ടെ, ഇവിടെയും ഓൾറെഡി 10 പ്ലസ് ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ ഇയാൾ ഇലക്ട്രോണിനെ അങ്ങോട്ടേക്ക് പുഷ് ചെയ്യുന്നു, ഇവിടെയും പുഷ് ചെയ്യുന്നു, ഇവിടെയും പുഷ് ചെയ്യുന്നു, അങ്ങനെ 3 പേര് പുഷ് ചെയ്യുന്നു. ഇയാൾ 3 നെഗറ്റീവിനെ പുഷ് ചെയ്യുന്നു, ഇയാൾ 3 നെഗറ്റീവിനെ പുഷ് ചെയ്യുന്നു, ഇയാൾ 3 നെഗറ്റീവിനെ പുഷ് ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ 3 3 6 3 9 നെഗറ്റീവിനെ പുഷ് ചെയ്താലേ ഈ 10 ഉള്ള ഈ പ്ലസ് 9 നെഗറ്റീവായിട്ട് കൂടിച്ചേർന്നുമ്പോൾ ഫൈനലി ഒരു പ്ലസ് മാത്രമേ അവിടെ ബാക്കിയുണ്ടാവും. ഈ കേസിലെ 10 പ്ലസ് അതേപടി ഉണ്ടാവും. സോ വി ക്യാൻ സേ ദാറ്റ് ഈ കേസിൽ കാർബണിൻ്റെ മേലത്തെ പ്ലസ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറവാണ്, അതുകൊണ്ട് ഇത് മോർ സ്റ്റേബിൾ ആണ്. ഇനി ഈ കേസിലാണെങ്കിൽ ഇവിടെയും പ്ലസ് ചാർജ് ഉണ്ട്, ഇവിടെ 2 മിഥൈൽ ഗ്രൂപ്പേ പുള്ളിയാനുള്ളൂ, ഇലക്ട്രോൺസിനെ കൊടുക്കാനുള്ളൂ, ഇവിടെ ഒരു മിഥൈൽ ഗ്രൂപ്പിനെ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പം ഇതാണ് ഏറ്റവും സ്റ്റേബിൾ ഇതിനേക്കാൾ. ദെൻ ദിസ് വൺ ആൻഡ് ദെൻ ദിസ് വൺ ആയിരിക്കും. ഇതാണ് സ്റ്റെബിലിറ്റിയുടെ ഓർഡർ. കേൾക്കണേ. അങ്ങനെയാകുമ്പോൾ ഇതിന് പറഞ്ഞ പേരായിരുന്നു ടെർഷറി കാർബോകാറ്റോൺസ്, ഇതിന് പറഞ്ഞ പേരാണ് സെക്കൻഡറി കാർബോകാറ്റോൺസ്, ഇതിന് പറഞ്ഞ പേരാണ് പ്രൈമറി കാർബോകാറ്റോൺസ്, ഇതിൻ്റെ പേരാണ് മീഥൈൽ കാർബോകാറ്റോൺ. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടെർഷറി, സെക്കൻഡറി, പ്രൈമറി. കൂടാതെ ഒരു കാര്യവും കൂടി വെച്ച് നമുക്കിതിൻ്റെ സ്റ്റെബിലിറ്റിയെ നമുക്ക് കമ്പയർ ചെയ്യാം. എങ്ങനെയെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് വെച്ചുകൊണ്ട് ടെർഷറിയും സെക്കൻഡറിയും പ്രൈമറിൻ്റെയും കാർബോകാറ്റോൺസിൻ്റെ സ്റ്റെബിലിറ്റി നമ്മൾ കമ്പയർ ചെയ്തു. ഇതൊരു കാര്യം ചെയ്യാം, മൂന്നാമതൊരു എഫക്റ്റ് ഇല്ലേ, ഹൈപ്പർ കോൺജുഗേഷൻ. ഹൈപ്പർ കോൺജുഗേഷൻ്റെ കണ്ടീഷൻ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിലും ഒരു പ്ലസ് ചാർജ് വേണം, അതേപോലെ തന്നെ ആൽഫ കാർബണിൻ്റെ മേലെ ആൽഫ CH വേണം. നിങ്ങളിവിടെ നോക്ക്, ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർബൺ ആറ്റം അല്ലേ? അതിൻ്റെ മേലെ ഒരു പ്ലസ് ചാർജ് ഉണ്ട്. അതിൻ്റെ നെയ്ബർ കാർബൺ അല്ലേ നമ്മൾ ആൽഫ കാർബൺ എന്ന് പറയാം. ഇനി നോക്ക്, ഇത് 3 ആൽഫ കാർബണാണ്. ഇനി 3 3 6 3 9 3 ഹൈഡ്രജൻ 3 ഹൈഡ്രജൻ 3 ഹൈഡ്രജൻ 9 ആൽഫ ഹൈഡ്രജൻ ഇവിടെയുണ്ട്. അതുകൊണ്ട് കുറേ ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ വരക്കാൻ പറ്റും. ഹൈപ്പർ കോൺജുഗേഷൻ ഉള്ളത് കൊണ്ട് മോളിക്കൂളിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടുമേ. ഈ കേസിലാണെങ്കിൽ ദാറ്റ് ഈസ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാർബൺ ആറ്റം അല്ലേ? അതിന് ആൽഫ കാർബൺ ആറ്റം 3 3 6 ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അങ്ങനെയാകുമ്പോൾ ഇവിടെ 9 ആൽഫ ഹൈഡ്രജൻ ആറ്റം, ഇവിടെ 6 ആൽഫ ഹൈഡ്രജൻ ആറ്റമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൈപ്പർ കോൺജുഗേഷൻ്റെ എണ്ണം കുറയും. ഈ കേസിൽ ഇതാണ് ഇമ്പോർട്ടൻ്റ് കാർബൺ ആറ്റം. അതിൻ്റെ നെയ്ബർ കാർബൺ ആറ്റത്തിനാ പറയുക ആൽഫ കാർബൺ. അതിൻ്റെ മേലെ 3 ആൽഫ ഹൈഡ്രജനേ ഉള്ളൂ. സ്റ്റെബിലിറ്റി വീണ്ടും കുറവായിരിക്കും. ഈ കേസിൽ ഇമ്പോർട്ടൻ്റ് കാർബൺ ആറ്റം മാത്രമേ ഉള്ളൂ, ആൽഫ കാർബൺ ആറ്റം ഇല്ല. അതുകൊണ്ട് ഇവിടെ നോ ആൽഫ ഹൈഡ്രജൻ, നോ ഹൈപ്പർ കോൺജുഗേഷൻ. അങ്ങനെയാകുമ്പോൾ ഇവിടെ കൂടുതൽ ഹൈപ്പർ കോൺജുഗേഷനിലുണ്ട്, ഇതല്ലേ മോർ സ്റ്റേബിൾ ഉണ്ടാവുക. ദിസ് വൺ ഹയർ ദാൻ ദിസ് ആയിരിക്കും ഇതിൻ്റെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ. ഏറ്റവും അവസാനമാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യം വരുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തതാണ്, ദാറ്റ് ഈസ് ഫ്രീ റാഡിക്കൽസ്. നമ്മൾ ഫ്രീ റാഡിക്കൽസ് ഇങ്ങനെയല്ലേ വരക്കുക, ദാറ്റ് ഈസ് CH3. ഇവിടെ ഫ്രീ റാഡിക്കൽസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസ് ഈ കാർബണിൻ്റെ സ്വന്തം, വേറെ ആരോടും വാങ്ങിച്ചതൊന്നുമല്ല. അങ്ങനെയാകുമ്പോൾ അദ്ദേഹത്തിന് ഇലക്ട്രോൺസിൻ്റെ നേട്ടമോ നഷ്ടമോ ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് പറയാം ഇതെന്ത് സ്പീഷീസാണ്? ഒരു ന്യൂട്രൽ സ്പീഷീസാണ്.
പക്ഷേ സെക്സ്റ്ററ്റ് കോൺഫിഗറേഷൻ കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് അറിയാം, 1 2 3 4 5 6 7 ഇലക്ട്രോൺസേ കിട്ടുന്നുള്ളൂ. അപ്പോൾ എനിക്ക് പറയാം ഇറ്റ് ഈസ് എ, അപ്പോൾ ഫ്രീ റാഡിക്കൽസിൻ്റെ ഡെഫിനിഷൻ ആയിട്ട് ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് എ ന്യൂട്രൽ റിയാക്ഷൻ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ന്യൂട്രൽ റിയാക്ഷൻ കാർബൺ ഇന്റർമീഡിയറ്റ് ഹാവിങ് എൻ ഓഡ് ഇലക്ട്രോൺസ്, ഓഡ് ഒരു ഓഡ് ഇലക്ട്രോൺസ് ഉള്ള ആ സ്പീഷീസിന് പറയുന്ന പേരാണ് വി കോൾഡ് ആസ് ഫ്രീ റാഡിക്കൽസ്. ഇനി ഈ ഫ്രീ റാഡിക്കൽസിന്റെ ഫോർമേഷൻ ആണ് അല്ലേ. ഒന്നാമത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് വി കോൾ ഇറ്റ് ആസ് ഹോമോളിസിസ്. ദാറ്റ് ഈസ് ഹോമോളിസിസ് നടക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യും. ഇവിടെ ഇപ്പോൾ ഈ ബോണ്ട് ഇങ്ങനെ പൊട്ടിയാൽ യു വിൽ ഗെറ്റ് CH3 ഫ്രീ റാഡിക്കൽസ് കിട്ടും. രണ്ടാമത്താണ് തെർമോളിസിസ് ഓർ ഫോട്ടോളിസിസ്, ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ടോ പൊട്ടിക്കുക. ഫോർ എക്സാമ്പിൾ CH3C ഇങ്ങനെ ഈ ഒരു സ്പീഷീസ് ഇതിനെ പറയുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് പെറോക്സൈഡ് എന്നാ പറയാ കേട്ടോ. CH3 ഈ സാധനം, ഈ കോമ്പൗണ്ടിൽ ഈ ബോണ്ട് ആദ്യം ഇങ്ങനെ പൊട്ടിന്നിരിക്കുക. ഇൻ പ്രസൻസ് ഓഫ് എന്തിന്റെ പ്രസൻസിൽ, ഒന്നുകിൽ ലൈറ്റ് അല്ലെങ്കിൽ ഹീറ്റിന്റെ പ്രസൻസിൽ പൊട്ടിക്കഴിഞ്ഞാൽ വാട്ട് യു ഗെറ്റ് ഇസ് ദാറ്റ് CH3C ഡബിൾ ബോണ്ടോ O ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യും. ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടാവും. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ടാവും, രണ്ടും സിമെട്രിക്കലാ. നെക്സ്റ്റ് ടൈമിൽ ഇതെന്ത് ചെയ്യുന്ന അറിയാം, ദാറ്റ് ഈസ് ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ ഇപ്പോൾ 2 ഇലക്ട്രോൺസ് അല്ലേ ഉള്ളത്, ഇതിൽ 1 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യുന്ന ഫലമായിട്ട് ഒന്ന് CH3 ഫ്രീ റാഡിക്കൽസ്, കാരണം ഇവിടുത്തെ 2 ഇലക്ട്രോൺസിൽ ഒന്ന് ഇങ്ങോട്ട് പോയി ഒന്ന് ഇവിടെ ബാക്കിയുണ്ട്, അപ്പോൾ CH3 ഫ്രീ റാഡിക്കലും ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി C ഡബിൾ ബോണ്ടോ ഇതും ഡബിൾ ബോണ്ടോ ആയിട്ട് മാറും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതും ഒരു ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യുന്ന മറ്റൊരു റിയാക്ഷൻ ആണ്. ഓക്കെ, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്ട്രക്ചർ ആൻഡ് ഹൈബ്രിഡൈസേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസ് ആണ്. അതായത് യുനോ ദാറ്റ് ഈസ് ഇതാണ് നമ്മുടെ ഫ്രീ റാഡിക്കൽ. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഫ്രീ റാഡിക്കൽ അല്ലേ. ഓക്കെ, ഇവിടെ കാർബൺ ഉണ്ട്, കാർബൺ അറ്റോമിക് നമ്പർ 6 ആണ്, കോൺഫിഗറേഷൻ 1s2 2s2 2p2 ആണ്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കാർബൺ ആറ്റം ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുകയോ നേടുകയോ ചെയ്യുന്നില്ല. ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുകയോ നേടുകയോ ഈ കാർബൺ ആറ്റം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് ചാർജ് ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ GS വരക്കുമ്പോൾ, ഗ്രൗണ്ട് സ്റ്റേറ്റ് വരക്കുമ്പോൾ ആ ഓൾറെഡി ഉള്ളത് എന്താണോ അതേപടി വരച്ചാൽ മതി. ദാറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ദിസ് വേ. ഇവിടെ 2s വരക്കുക, 2sന് 2 ഇലക്ട്രോൺസ്, 2p2 നമ്മൾ ഇങ്ങനെയും വരക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാർബൺ ആറ്റം ശരിക്കും 1 2 3 3 ബോണ്ടും ഫോം ചെയ്യണം, 1 ഇലക്ട്രോൺസ് വെറുതെയും കിടക്കണം. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. അങ്ങനെയാകുമ്പോൾ 3 ബോണ്ട് ഫോം ചെയ്യാൻ 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് വേണം. ഇവിടെ നിങ്ങൾ നോക്ക്, 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസേ ഉള്ളൂ, 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഇല്ല. അങ്ങനെയാകുമ്പോൾ ഇയാളെ പിടിച്ച് ഇങ്ങോട്ടേക്ക് ചാടിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് കിട്ടുള്ളൂ. ദാറ്റ് ഇസ് വി കോൾ ഇറ്റ് ആസ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാ പറയാ. അങ്ങനെയാകുമ്പോൾ 1 ഇലക്ട്രോൺ ഹിയർ, നെക്സ്റ്റ് ദാറ്റ് ഇസ് 1 1 1 ഇങ്ങനെയാണ്. ഇങ്ങനെ നമ്മൾ ഇപ്പം 4 ബോണ്ട് ഫോം ചെയ്യാം അല്ലേ. പക്ഷെ നമുക്ക് 3 ബോണ്ടല്ലേ വേണ്ടു, 3 ബോണ്ടേ വേണ്ടു. അതേസമയം 1 ഇലക്ട്രോൺസ് വെറുതെ കിടക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ കിടക്കാൻ ഒരു ഇലക്ട്രോണും വേണം, 3 ബോണ്ടും ഫോം ചെയ്യണം. അതുകൊണ്ട് 3 ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവരെ മാത്രം ഈ മിക്സിങ്ങിൽ പങ്കെടുപ്പിക്കുക. മിക്സിങ്ങിൽ പങ്കെടുപ്പിക്കുമ്പോൾ വാട്ട് യു ഗെറ്റ് ഗിവ്സ് S പ്ലസ് 2p ഗിവ്സ് എന്താ കിട്ടുക, 3sp2 ആണ് കിട്ടുക. ഒരു പെട്ടിയുടെ വെറുതെ കിടക്കുന്നുണ്ട്, വെറുതെ കിടന്നോട്ടെ, കാരണം ഒരാൾ നമുക്ക് വെറുതെ കിടക്കാൻ വേണ്ടിയിട്ട് അവിടെ വേണം, അതിവിടെ ഉണ്ട്, റൈറ്റ്. തൽഫലമായിട്ട് sp2 നിങ്ങൾക്കറിയാം ട്രയാഗണൽ പ്ലാനാറിലെ ഷേപ്പ്. ഇവിടെ കാർബൺ വരച്ചു, ഒരു sp2 ഇവിടെ വരക്കുക, ഒരു sp2 ഇവിടെ വരക്കുക, ഒരു sp2 ഇവിടെയും വരക്കുക. റെഡി. ഇനി 1 2 3 ഈ പെട്ടികളിൽ 3 ഇലക്ട്രോൺസ് അല്ലേ ഉള്ളത്, ആ 3 ഇലക്ട്രോൺസിനെ നമ്മൾ ഇവിടെ ഇങ്ങനെ വീതം വെക്കുക. 3 ഇലക്ട്രോൺസിനെ വീതം വെച്ചു. ഇനി ഇത് ആരോയിട്ട് ബോണ്ട് ഫോം ചെയ്തു, ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്തു, ഇതും ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്തു, ഇതും ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഫൈനലായിട്ട് ഇങ്ങനെ വരക്കാം. 3 CH3 ആയിട്ട് ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഒരു പെട്ടി ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട് അല്ലേ. ആ വെറുതെ കിടക്കുന്ന പെട്ടിങ്ങളവിടെ വരച്ചിടാം. അല്ലെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരക്കേണ്ടത്. ഐ മീൻസ് ഈ ഇതൊരു ട്രയാഗണൽ പ്ലാനാറാണ് വരച്ചിരിക്കുന്നതെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരക്കുക. എന്നിട്ട് അവിടെ ഒരു ഇലക്ട്രോൺസ് ഉണ്ടെന്നുള്ള കാണിച്ചേക്കുക. ആ ഇലക്ട്രോൺസ് ആണ് ഇത്. അപ്പം എനിക്ക് പറയാം, ഇവിടെ എന്താണ് ഷേപ്പ്, ഹൈബ്രിഡൈസേഷൻ sp2 ആണ് ഹൈബ്രിഡൈസേഷൻ. എന്താണ് ഷേപ്പ്, ട്രയാഗണൽ
പ്ലാനാറാണ് ഷേപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ സ്റ്റെബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റെബിലിറ്റി നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ട റെസൊണൻസ്, പിന്നെ ഇൻഡക്റ്റീവ് എഫക്റ്റ്, പിന്നെ ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്. നിങ്ങൾ നോക്ക്, റെസൊണൻസ് ഇവിടെ പറ്റുമോ നോക്ക്. ഇവിടെ ഫ്രീ റാഡിക്കൽ അല്ലേ, ഇനി പറയാം ട്രൈഫിനൈൽ മിഥൈൽ ഫ്രീ റാഡിക്കൽ. നേരത്തെ പറഞ്ഞ സാധനം തന്നെ കേട്ടോ, പക്ഷേ നേരത്തെ പ്ലസ് ഇപ്പം ഫ്രീ റാഡിക്കൽസ് കൊടുത്തു, അത്രയേ ഉള്ളൂ. ട്രൈഫിനൈൽ മിഥൈൽ ഫ്രീ റാഡിക്കലാണ്. ഈ ഫ്രീ റാഡിക്കൽ സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട്, ഫ്രീ റാഡിക്കൽ സിംഗിൾ ഡബിൾ, അവർ തമ്മിൽ കോൺജുഗേഷനില്ല, റെസൊണൻസ് പറ്റും. ഒരു ബെൻസിൻ റിംഗ് ഇവിടെയുണ്ട്, ഒരു ബെൻസിൻ റിംഗ് ഇവിടെയുണ്ട്, ഒരു ബെൻസിൻ റിംഗ് ഇവിടെയുണ്ട്. അങ്ങനെ ആകുമ്പോൾ ലോട്ട് ഓഫ് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് യു ക്യാൻ ഡ്രോ. ഫോർ ഇറ്റ് ഈസ് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽസ് ദാൻ ദിസ് വൺ. ഇറ്റ് ഈസ് ബിക്കോസ് ഇവിടെ 2 ബെൻസിൻ റിംഗ് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ കാർബോകാറ്റോൺ പോലെ തന്നെ ഒരു മാറ്റം ഇല്ലേ. നെക്സ്റ്റ് this man, that is CH3 CH2 free radicals, that is benzyl free radicals. അവിടെ ഒരു ബെൻസിൻ റിംഗ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ CH2 ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CH2 ഇത് ഈ ചങ്ങായി ഇതിനെ പറയാം വി കോൾഡ് ആസ് അല്ലൈൽ ഫ്രീ റാഡിക്കൽസ്, നേരത്തെ പറഞ്ഞ തന്നെ. ഇനി നമ്മൾ ഇതിലേക്ക് വരും, ഇതിൻ്റെ പേരാണ് വി കോൾഡ് ആസ് ടെർഷറി ഫ്രീ റാഡിക്കൽസ് എന്നാ പറയാം. അപ്പോൾ ഈ കേസിൽ റെസൊണൻസ് ഇല്ല അല്ലേ, ദർ ഇസ് നോ റെസൊണൻസ്. റെസൊണൻസ് ഇല്ലെങ്കിൽ അടുത്ത എഫക്റ്റ് എന്ത് എഫക്റ്റാ? ഇൻഡക്റ്റീവ് എഫക്റ്റാ. ഇൻഡക്റ്റീവ് എഫക്റ്റിന് എപ്പോഴാണ് പ്രസക്തി എന്നറിയാം? അതിൽ പ്ലസ് ചാർജോ മൈനസ് ചാർജോ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഡക്റ്റീവ് എഫക്റ്റിന് പ്രസക്തിയുള്ളൂ. പക്ഷേ ഈ കേസിൽ ഫ്രീ റാഡിക്കൽസിൻ്റെ ഇതിൻ്റെ മേലെ പ്ലസോ മൈനസോ ഒന്നും ഇല്ല, അതുകൊണ്ട് ഇൻഡക്റ്റീവ് എഫക്റ്റിന് അവിടെ പ്രസക്തി ഇല്ല. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ എഫക്റ്റ് ആയിട്ടുള്ള എവിടത്തേക്ക് പോകണം? ദാറ്റ് ഈസ് ഹൈപ്പർ കോൺജുഗേഷനിലേക്ക് പോകണം. ഞാൻ നിങ്ങളോട് പറഞ്ഞേക്ക് ഹൈപ്പർ കോൺജുഗേഷൻ്റെ കണ്ടീഷൻ ഇതായിരുന്നു, ഒന്നുകിൽ പ്ലസ്, അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസ്, അല്ലെങ്കിൽ ഡബിൾ ബോണ്ട്, ഈ 3 ചങ്ങായിമാരുണ്ടാവുക. അതിൻ്റെ മേലെ ആൽഫ ഹൈഡ്രജൻ ഉണ്ടാകുമ്പോഴാണ് ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിൾ ആകുക അല്ലേ. നോക്ക്, ഈ പറഞ്ഞതിൽപ്പെട്ടല്ലേ ഫ്രീ റാഡിക്കൽ ഇവിടെ ഉണ്ട്. ദെൻ ഇത് ആൽഫ കാർബൺ എന്നാ പറയാ. ഈ ആൽഫ കാർബണിൻ്റെ മേലെ 3 3 6 3 9 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ എന്ത് പോസിബിളാ? ദാറ്റ് ഈസ് ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിളാ. ഇവിടെ 6 ആൽഫ ഹൈഡ്രജനേ ഉള്ളൂ. അപ്പോൾ ദിസ് ഇസ് മോർ സ്റ്റേബിൾ ദെൻ ദിസ് വൺ, കാരണം 6 ആൽഫ ഹൈഡ്രജൻ. ദെൻ ദിസ് വൺ, ഇവിടെ എത്ര ആൽഫ ഹൈഡ്രജൻ? 3 ആൽഫ ഹൈഡ്രജൻ. ആൻഡ് ഫൈനലി CH3 ഫ്രീ റാഡിക്കൽസ്. ഇങ്ങനെയാണ് ഫ്രീ റാഡിക്കൽസിൻ്റെ സ്റ്റെബിലിറ്റി. കാർബോകാറ്റോൺസ് പഠിച്ചത് അതേപടി, ഒരു മാറ്റവും ഇല്ല. റൈറ്റ്. അടുത്തത് കാർബാനയോൺസ് ആണ്. അപ്പോൾ കാർബാനയോൺസിന് ഡെഫിനേഷൻ കൊടുക്കണം അല്ലേ. ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്, മാത്രമല്ല 2 ഇലക്ട്രോൺസ് ഉണ്ട്. 2 ഇലക്ട്രോൺസിന് പറഞ്ഞ പേരല്ലേ ലോൺ പെയർ എന്ന് പറയാം. ഇവിടെ സെക്സ്റ്ററ്റ് കോൺഫിഗറേഷൻ ഉണ്ട് താനും, കാരണം എന്താ അറിയാം, 1 2 3 4 5 6 7 8 സെക്സ്റ്ററ്റ് അല്ലേ, സോറി ഒക്ടറ്റ് കോൺഫിഗറേഷൻ ഉണ്ട്. ഒക്ടറ്റ് കോൺഫിഗറേഷൻ 1 2 3 4 5 6 7 8 ഇലക്ട്രോൺസും ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാം കാർബാനയോൺസിന്റെ ഡെഫിനേഷൻ ആയിട്ട് നമ്മൾ എങ്ങനെയാ പറയാം? എന്ത് ചാർജ്ഡാ? ഇറ്റ് ഈസ് എ നെഗറ്റീവ്ലി ചാർജ്ഡ് കാർബൺ ഇന്റർമീഡിയറ്റ് ഹാവിങ് എന്ത് പെയറും ഉണ്ട്? ലോൺ പെയറും ഉണ്ട്. പിന്നെ പറയാം ഹിയർ ഒക്ടറ്റ് കോൺഫിഗറേഷൻ ഈസ് സാറ്റിസ്ഫൈഡ് എന്നുള്ള കാര്യം കൂടി പറയാം. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ പഠിക്കണം, അതിൻ്റെ പിന്നെ ഷേപ്പും അതേപോലെ തന്നെ സ്റ്റെബിലിറ്റിയും പഠിക്കണം. ഓക്കെ, ഇത് നമ്മൾ ഇതിൻ്റെ ഫോർമേഷനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ നത്തിങ് ബട്ട് ഹെട്രോളിസിസ് തന്നെയാണ് കേട്ടോ. ബോണ്ട് ഇതാ, ഈ ബോണ്ട് ഇങ്ങനെ പൊട്ടുക, അപ്പോൾ CH3 ദിസ് വൺ ആയിട്ട് മാറും. വളരെ സിമ്പിളാണ്. രണ്ടാമത്താണ് ഫ്രം ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആണ്. CH3 MgBr ആയിക്കോട്ടെ, ഇതാണ് ഗ്രിഗ്നാർഡ് റിയേജൻ്റ്. യുണൈറ്റ് ഈ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ഇവിടുന്ന് ഇങ്ങനെ പൊട്ടുക, ഇങ്ങനെയാണേ പൊട്ടുക, ഇങ്ങനെയാണ് പൊട്ടുക കേട്ടോ. പൊട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടുമെന്ന് അറിയാം? CH3 2 ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജും പ്ലസ് MgBr പോസിറ്റീവ് ചാർജും കിട്ടും. രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡ് പറഞ്ഞുതരാം. ദാറ്റ് ഈസ് CH3 C ഡബിൾ ബോണ്ടോ O മൈനസ് ഇങ്ങനെ സാധനം, ദാറ്റ് ഈസ് കാർബോക്സിലേറ്റ് അയോൺ എന്നാണ് പറയാം. ഇത് പൊട്ടുന്നതായിരിക്കുക. എങ്ങനെയാണ് പൊട്ടുമെന്ന് അറിയാം? ഇവിടുത്തെ ഈ 2 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ചാടും. അങ്ങനെയാകുമ്പോൾ കാർബണിൻ്റെ മേലെ ബാലൻസി ഒരു ബോണ്ട് ഇവിടെ ഫോം ചെയ്യും അല്ലേ. 1 2 3 4 5 ബോണ്ടാവും കാർബണിൻ്റെ മേലെ. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടുത്തെ ഈ 2 ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് what you get is that ഒന്ന് CH3 2 ഇലക്ട്രോൺസ് നെഗറ്റീവും, കാരണം ഈ 2 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പ്ലസ് പിന്നെ ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിന് പറഞ്ഞ പേരാണ് വി കോൾഡ് ആസ് കാർബോക്സിലേറ്റ് അയോൺ. അപ്പം 3 മെത്തേഡ് പറഞ്ഞു. വൺ ഈസ് ഹെട്രോളിസിസ്, നെക്സ്റ്റ് വൺ ഈസ് ഫ്രം ഗ്രിഗ്നാർഡ് റിയേജന്റ്, നമ്പർ 3 ഫ്രം കാർബോക്സിലേറ്റ് അയോണിൽ നിന്നും ഇത് ഉണ്ടാക്കിയെടുക്കാം.
ഈ കാർബാനിയോൺസ്. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചർ ആൻഡ് ഹൈബ്രിഡൈസേഷൻ ആണ്. കാർബാനിയോൺസിന്റെ സ്ട്രക്ചറും ഹൈബ്രിഡൈസേഷനും വളരെ സിമ്പിൾ ആണ് കാര്യം. ദിസ് ഈസ് എ CH3 2 ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ആണ് ശരിക്കും ഒരു കാർബാനിയോൺ. നിങ്ങൾക്കറിയാം കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആ, പക്ഷെ ഇവിടെ കാർബൺ അല്ല ഉള്ളത്, C- ഉള്ളത്. മൈനസ് ആകാൻ കാരണം ഒരു ഇലക്ട്രോൺസ് ആരോടോ വാങ്ങിച്ചിട്ടുണ്ട് ഈ കാർബൺ, അതുകൊണ്ടല്ലേ മൈനസ് ചാർജ് ആയത്. അപ്പം C- അങ്ങനെയാകുമ്പം 7 ഇലക്ട്രോൺസ് ഉണ്ടാവും. മനസ്സിലാക്കുക, നേരത്തെ നമ്മൾ കണ്ടു സിക്ക് 6 ഇലക്ട്രോൺ, C+ന് 5, അപ്പൊ C- 7 ആവേണ്ടി 7 ഇലക്ട്രോൺസിന്റെ കോൺഫിഗറേഷൻ നമ്മൾ ഇങ്ങനെയല്ലേ വരക്കുക. 1s2 2s2 2p3 ആണ് വരക്കുക. ഇതാണ് ഔട്ടർ മോസ്റ്റ് ഷെൽ. നൗ GS നമ്മൾ വരക്കുന്നു. GS വരക്കുമ്പോൾ 2s2 2p3 നമ്മൾ ഇങ്ങനെ വരക്കുന്നു. ദാറ്റ് ഈസ് 2p3 നമ്മൾ ഇങ്ങനെ വരക്കുക. ഇതാണ് ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ കോൺഫിഗറേഷൻ വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കാർബൺ ആറ്റം എത്ര ബോണ്ടാ ഫോം ചെയ്തിരിക്കുന്നത്? 3 ബോണ്ടാ ഫോം ചെയ്യണ്ടേ. റെഡി? 3 ബോണ്ട് ഫോം ചെയ്യാൻ 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് അല്ലേ വേണ്ടി? നോക്കടാ, 1 2 3 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ ഇവന്മാർ എന്തായാലും നമുക്ക് മിക്സിങ് പങ്കെടുപ്പിക്കണം. പക്ഷേ വെറും പീകൾ മാത്രം പങ്കെടുത്താൽ നമുക്ക് P3 കിട്ടും. അങ്ങനത്തെ ഹൈബ്രിഡേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. എപ്പോഴും പഠിച്ചിരിക്കുന്നത് എസ് ആ തുടക്കത്തിൽ വേണ്ടി. എസ് ഇല്ലാത്തൊരു ഹൈബ്രിഡേഷനും ഇല്ല. അതുകൊണ്ട് ഇവന്മാർ നമ്മൾ മിക്സിങ് പങ്കെടുക്കുക. ആരെല്ലാം മിക്സിങ് പങ്കെടുക്കുന്നത്? ഒരു എസ് പെട്ടിയാണ് പെട്ടി. എസ് ഇലക്ട്രോൺ അല്ലേ പങ്കെടുക്കുന്നത്. എസ് പെട്ടി മീൻസ് ഓർബിറ്റൽസ്. അപ്പോൾ ഒരു എസ് പെട്ടിയേ ഉള്ളൂ. പ്ലസ് 3 പി പെട്ടി. ഇതാ 3 പി പെട്ടി. വാട്ട് യു ഗെറ്റ്? 4sp3 ആണ് നമുക്ക് കിട്ടുക. 4sp3 കിട്ടും. sp3യുടെ ഷേപ്പ് ആയിരുന്നില്ലേ ടെട്രാഹെഡ്രൽ? അതുപോലെ നമ്മളിങ്ങ് വരക്കുക. ഒരു sp3 ഇവിടെ വരച്ചു, ഒരു sp3 ഇവിടെ വരച്ചു, ഒരു sp3 ഇവിടെ വരച്ചു, ഒരു sp3 ഇവിടെയും വരച്ചു. ഇനി നമ്മൾ അടുത്ത പരിപാടി, അപ്പോൾ പെട്ടികളൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ sp3കൾ ഉണ്ടാക്കിയെടുത്തു. ഇനി നമ്മൾ അടുത്ത പരിപാടി ആ sp3കളിൽ ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യണം അല്ലേ. ഈ പെട്ടിയിൽ 2 ആളുണ്ട്. ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1, മൊത്തം 5 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യണം. ഒന്നിനിവിടെ കൊടുക്കുക, ഒന്നിനിവിടെയും കൊടുക്കുക, ഒന്നിനിവിടെയും കൊടുക്കുക, ഒന്നിനിവിടെയും കൊടുക്കുക. റെഡി? 4 ആയിക്കുള്ളൂ. ഒന്നും കൂടി ബാക്കിയുണ്ട്. ആ ഒന്നിനെ നിങ്ങൾ ഇവിടെ കൊടുക്കുക. നിങ്ങൾ നോക്ക്, ഇതെന്താ ഫുൾഫിൽഡ് അല്ലടോ? ഫുൾഫിൽഡ് ആക്ക് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുള്ള, ഹാഫ് ഫിൽഡിനെ ഫോം ചെയ്യാൻ പറ്റുള്ള ബോണ്ട്. ഇത് ഹൈഡ്രജനായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു, ഇതും ഹൈഡ്രജനായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു, ഇതും ഹൈഡ്രജനായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. തൽഫലമായിട്ട് യു വിൽ ഗെറ്റ് CH ഇങ്ങനെ വരച്ചു. നെക്സ്റ്റ് ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ടാവും. ഇതാണ് ലോൺ പെയർ. മീൻസ് ലോൺ പെയർ, ബോണ്ടിങ് പങ്കെടുക്കാത്ത പെയർ. ഈ ഷേപ്പിന് പറയുന്ന പേരാണ്, ദാറ്റ് ഈസ് വി കോൾ ഇറ്റ് ആസ് വാട്ട്? പിരമിഡൽ ഷേപ്പ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കാർബാനിയോൺസിന് sp3 ആണ് ഹൈബ്രിഡൈസേഷൻ, പിരമിഡലാണ് ഷേപ്പ്. കാർബോകാറ്റയോൺസിനും ഫ്രീ റാഡിക്കലിനും sp2 ആണ് ഹൈബ്രിഡൈസേഷൻ, ട്രയാഗണൽ ആണ് ഷേപ്പ്. ഇവിടെ പിരമിഡലാണ് ഷേപ്പ്, sp3 ആണ് ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ലാസ്റ്റ് വൺ ഈസ് ദാറ്റ് ഇസ് സ്റ്റെബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ 3 ഫാക്ടർ. വൺ ഈസ് വി കോൾ ഇറ്റ് ആസ് റെസൊണൻസ്, നെക്സ്റ്റ് വൺ ഈസ് ഇൻഡക്റ്റീവ്, നെക്സ്റ്റ് വൺ ഈസ് ഹൈപ്പർ കോൺജുഗേഷൻ. ഇതാണ് ഡിസ്കസ് ചെയ്യുമ്പോൾ വേണ്ടേ. അങ്ങനെയാകുമ്പോൾ ഈ റെസൊണൻസിന്റെ കണ്ടീഷനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽ അല്ലെങ്കിൽ ലോൺ പെയർ നമ്മൾ ഡബിൾ ബോണ്ടുമായിട്ട് കോൺജുഗേഷനിൽ പങ്കെടുക്കണം. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ ഈ നെഗറ്റീവ് ചാർജ് നോക്ക്, സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട്, നെഗറ്റീവ് സിംഗിൾ ഡബിൾ കോൺജുഗേഷനല്ല. പിന്നെ ഇത് മൊത്തം കോൺജുഗേഷനിലുള്ളത്. അങ്ങനെയാകുമ്പോൾ ഇവിടെ റെസൊണൻസ് പോസിബിൾ ആണ്. റെസൊണൻസ് ഈസ് പോസിബിൾ, therefore it is more stable than this one. ഇവിടെ ആകുമ്പോൾ 2 ബെൻസിൻ റിങ്ങേ ഉള്ളൂ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസൊണൻസേ പറ്റുള്ളൂ. റെഡി? ദെൻ ദിസ് വൺ ആൻഡ് ദിസ് വൺ. ഇവിടം വരെ എന്ത് പോസിബിളാ? റെസൊണൻസ് പോസിബിളാ. ഇത്രയും സ്റ്റെബിലിറ്റി പറയാം. നമ്മൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാർബോകാറ്റയോൺസിൻ്റെയും ഫ്രീ റാഡിക്കൽസിൻ്റെയും കാർബാനിയോൺസിൻ്റെയും സ്റ്റെബിലിറ്റി ഈ 4 ആൾക്കാരുടെയും ഒരുപോലെയാണ്. ഇനി അടുത്തത് ഇത് പറയണം, ഇത് പറയണം, ഇത് പറയണം. ഇവന്മാരുടെ സ്റ്റെബിലിറ്റി പറയണം. ഇത് നമ്മൾ പറയാം വി കോൾ ഇറ്റ് ആസ് ടെർഷറി. നെക്സ്റ്റ് വൺ ഈസ് സെക്കൻഡറി, ദിസ് ഇസ് പ്രൈമറി, ദിസ് ഇസ് മീഥൈൽ. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, അതായത് ദാറ്റ് ഈസ് ഇൻഡക്റ്റീവ് എഫക്റ്റിന് പ്രസക്തി ഉണ്ട്. എപ്പോഴും പ്ലസ് ചാർജോ മൈനസ് ചാർജോ വരുമ്പോൾ ഇൻഡക്റ്റീവ് എഫക്റ്റിന് പ്രസക്തി ഉണ്ട്. നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രകാരം നോക്കാം. ബട്ട് ഇതിൻ്റെ മേലത്തെ നെഗറ്റീവ് ചാർജ് 10 നെഗറ്റീവ് വന്നിരിക്കുക.
ഇഫ് ഇറ്റ് ഈസ് 10 നെഗറ്റീവ് ആയിക്കോട്ടെ. നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, പോസിറ്റീവ് ചാർജ് വന്നാലും നെഗറ്റീവ് ചാർജ് വന്നാലും ആ സാധനം അൺസ്റ്റേബിളിലേക്കാണ് പോവുക. അപ്പോൾ ഇദ്ദേഹത്തിന് ഓൾറെഡി ഒരു 10 ഇവിടെ 10 നെഗറ്റീവ് ഉണ്ട്. ലെറ്റ് ഇവിടുത്തെ നെഗറ്റീവിൻ്റെ വാല്യൂവും 10 നെഗറ്റീവ് എന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ CH3 ഗ്രൂപ്പിന് എന്ത് എഫക്റ്റാ? പ്ലസ് ഐ എഫക്റ്റാ അല്ലേ? ഇവിടെയും പ്ലസ് ഐ എഫക്റ്റാ, ഇവിടെയും പ്ലസ് ഐ എഫക്റ്റാ. ഇവന്മാർ വീണ്ടും ഇലക്ട്രോൺസിനെ അങ്ങോട്ടേക്ക് പുഷ് ചെയ്യും, അങ്ങോട്ടേക്ക് തള്ളും. ഓൾറെഡി ഈ 10 നെഗറ്റീവ് ചാർജും കൊണ്ട് അയാൾ ആകെ ബുദ്ധിമുട്ടിരിക്കുക. ആ സമയത്താണ് വീണ്ടും നിങ്ങൾ ഈ പറഞ്ഞ ഇലക്ട്രോൺസിനെ പുഷ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് ചാർജ് ചിലപ്പം 10 ഒരു 19 പോകും. ഈ കേസിൽ ആ ഉള്ള 10 അവിടെ ഉണ്ടാവുള്ളൂ. മീഥൈലിൻ്റെ കേസിലെ ഉള്ള 10 മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ കേസിലാണെങ്കിൽ ഓൾറെഡി 10 ഉണ്ടെന്നിരിക്കുക, നമ്മൾ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 3 കൊടുത്ത് ഇവിടെ ഒരു 3 കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 16 നെഗറ്റീവിലേക്ക് വരും. ഇവിടെ ഓൾറെഡി 10 ഉണ്ട്, ഒരു മീഥൈൽ ഗ്രൂപ്പേ ഉള്ളൂ, ഒരു 13 നെഗറ്റീവിലേക്ക് വരും. നിങ്ങൾ നോക്ക്, ഇവിടെ 19 നെഗറ്റീവ്, ഇവിടെ 16 നെഗറ്റീവ്, 13 നെഗറ്റീവ്, 10 നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നെഗറ്റീവ് ചാർജ് കുറവ് ഇതല്ലടോ. Therefore, നമ്മൾ ഇതുവരെ പറഞ്ഞതിന് വ്യത്യസ്തമായിട്ട് കാർബാനിയോൺസിന്റെ കേസിൽ ഏറ്റവും സ്റ്റേബിൾ CH3- ആണ്, ഹയർ ദാൻ. പിന്നെ 13 നെഗറ്റീവ് ഉള്ള ദാറ്റ് ഇസ് പ്രൈമറി ആണ്, നെക്സ്റ്റ് സെക്കൻഡറി ആണ്, ആൻഡ് ഫൈനലി ആണ് ആര് വരിക? ടെർഷറി വരിക. അതായത് കാർബോ കാറ്റയോൺസിന് പറഞ്ഞിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ് കാർബാനിയോൺസിന്റെ കേസിൽ വരിക, ഈവന്മാരുടെ കേസിൽ. പക്ഷേ ബാക്കിയുള്ളവന്മാരുടെ കേസിൽ സെയിം ആയിരിക്കും, കാരണം അവിടെ റെസണൻസ് പോസിബിൾ ആണ്. ഇനി നിങ്ങൾ ചോദിക്കും ഹൈപ്പർ കോൺജുഗേഷൻ ആയിക്കൂടെ? പറ്റില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞേക്ക്, ഹൈപ്പർ കോൺജുഗേഷൻ്റെ കണ്ടീഷൻ പ്ലസ് ഫ്രീ റാഡിക്കൾ ഡബിൾ ഈ 3 ചങ്ങായിമാർ വന്നാൽ മാത്രമേ ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ടാവുള്ളൂ. മൈനസിൻ്റെ കേസിൽ ഹൈപ്പർ കോൺജുഗേഷൻ ഇല്ല. അതുകൊണ്ട് അവിടെ ഹൈപ്പർ കോൺജുഗേഷനെ മൈൻഡ് ആക്കേണ്ട, ഇൻഡക്റ്റീവ് എഫക്റ്റിനെ മാത്രമേ നിങ്ങൾ പരിഗണിക്കേണ്ടുള്ളൂ. അപ്പോൾ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ഇങ്ങനെയാണ്. ഇത്രയാണ് കാര്യങ്ങൾ, റൈറ്റ്?